നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ക്രിസ്മസ് സീരീസിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. പാർട്ട് 1 വീഡിയോയിൽ നമ്മളൊരു സാന്താക്ലോസിനെയാണ് ഉണ്ടാക്കിയത്. ഇന്നും ഉണ്ടാക്കാൻ പോകുന്നത് സാന്താക്ലോസിൻ്റെ റെയിൻഡിയേഴ്സ് വഹിക്കുന്ന വണ്ടിയാണ്. ക്രിസ്മസിന് ചിമ്മിനിയുടെ അടുത്തായി സോക്സ് തൂക്കിയിടുന്ന ആചാരത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കൊക്കക്കോളയും സാന്തിയും തമ്മിൽ ബന്ധമുള്ളതുപോലെ നമ്മുടെ ചിമ്മിനിയും സോക്സും തമ്മിലും ഒരു ബന്ധമുണ്ട്. കാരണം നമ്മുടെ സാന്താക്ലോസ് ചിമ്മിനിയുടെ ഉള്ളിലൂടെ ഇറങ്ങി വരുന്നു എന്നാണല്ലോ പറയപ്പെടുന്നത്. ആവശ്യമുള്ളവരെയും പാവപ്പെട്ടവരെയും രഹസ്യമായി സഹായിക്കുന്ന നമ്മുടെ സാന്താക്ലോസ് ഒരിക്കൽ ഒരു പിതാവിന്റെ 3 പെൺമക്കൾക്ക് വിവാഹത്തിനായി പണമില്ലാതെ വന്നപ്പോൾ നിക്കോളാസ് രഹസ്യമായി സ്വർണ്ണ നാണയ സഞ്ചികൾ അവരുടെ വീട്ടിലെ ചിമ്മിനിയിലൂടെ അകത്തേക്ക് ഇട്ടുകൊടുത്തു. എന്നാൽ ഇത് ഉണക്കാൻ വെച്ചിരുന്ന സോക്സുകളിൽ വീണുപോയി. ഇതാണ് ക്രിസ്മസിന് ചിമ്മിനിക്കരികിലായി സോക്സുകൾ തൂക്കിയിടുന്ന പിന്നിലെ രഹസ്യം. ഇനി എന്തായാലും ഇപ്പോൾ ക്രിസ്മസ് വരാൻ പോവുകയാണ്. അപ്പോൾ ആരും സോക്സ് തൂക്കിയിടാൻ മറക്കണ്ട, അഥവാ പൈസ കിട്ടിയാലോ. കഴിഞ്ഞ വീഡിയോ പോലെയല്ല ഈ വീഡിയോയിൽ ഞാനും ഗ്ലൂഗണുമായി യാതൊരു സഹകരണവും ഉണ്ടായിരുന്നില്ല. അതേതായാലും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. ചെറിയ പ്രായത്തിൽ ക്രിസ്മസ്, സാന്താക്ലോസ് എന്നൊക്കെ കേൾക്കുമ്പോൾ വലിയ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ഉണ്ടാകുന്നത് ഒരു റിയലൈസേഷനാണ്. നമ്മുടെ ജീവിതത്തിൽ ഒന്നല്ല 2 സാന്താക്ലോസുകളുണ്ട്. നമുക്കിഷ്ടമുള്ളത് നമ്മുടെ മുന്നിൽ എത്തിച്ച് സർപ്രൈസ് തരുന്ന നമ്മുടെ പാരൻസ്. ഒരു തരത്തിൽ പറഞ്ഞാൽ അവർ തന്നെയാണ് നമ്മുടെ സാന്താക്ലോസും നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റും. ഗ്ലൂഗണിൻ്റെ പല അപകടങ്ങളും നമ്മുടെ വണ്ടിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പലരും പൈപ്പ് ക്ലീനർ വെച്ച് ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഗ്ലൂഗണാണ് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനും അത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ എനിക്ക് ഒരു തരത്തിലും അത് ശരിയാവുന്നില്ല. ഇനി ആൾട്ടർനേറ്റ് ആയിട്ട് വേറെ എന്തെങ്കിലും വഴി നോക്കണം. അടുത്ത വീഡിയോയിൽ നമുക്ക് റെയിൻഡിയറുകൾ ഉണ്ടാക്കാം. പിന്നെ പുൽക്കൂട് ഉണ്ടാക്കാനും ഒരു ചെറിയ പ്ലാൻ ഉണ്ട്. പൈപ്പ് ക്ലീനേഴ്സ് ആർക്കും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് DM ചെയ്താൽ മതി. പ്രൈസ് ഡീറ്റെയിൽസ് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല, നമ്മുടെ ക്രിസ്മസ് ഉപ്പയുടെ താടി ജസ്റ്റ് ഒന്ന് ഇളകിയിട്ടുണ്ട്. ഞാനും വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ആണ് കാണുന്നത്. അതെന്തായാലും ശരിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ക്രിസ്മസ് ഉപ്പയുടെ റെയിൻഡിയറുകൾ വലിക്കുന്ന വണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്ലൂഗണിൻ്റെ പാടുകൾ വല്ലാണ്ടുണ്ട്, പക്ഷേ എത്ര നോക്കിയിട്ട് അതത്ര പോകുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ക്രാഫ്റ്റുമായിട്ട് കാണാം. സോ ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ.